എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോൾഡ് കോഫി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താലായിരിക്കും ആ കോഫിയുടെ ഫ്ലേവേഴ്സും നല്ലപോലെ കിട്ടുന്നത്, ആ കോഫി പൗഡറും നല്ലപോലെ മിക്സായി വരുന്നത്. ഇനി ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. പാസ്ചറൈസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഈ പാൽ ചൂടാക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാം. ഈ പാൽ ഞാനൊന്ന് ചെറുതായിട്ട് ഫ്രീസ് ചെയ്താണ് എടുത്തേക്കുന്നത്. നമ്മൾ കോൾഡ് കോഫി നല്ല തണുത്തിരുന്നാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫ്രീസ് ചെയ്യാൻ പാടാണെങ്കിൽ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ചേർത്താലും മതി. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ എടുത്ത് വെച്ചേക്കുന്ന കോഫിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫുൾ ഫാറ്റ് മിൽക്കും ഐസ്ക്രീമും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ കോഫി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് കോഫിക്കൊരു ക്രീംനെസ്സും ഉണ്ടാവത്തില്ല, നമുക്ക് ആ പതയൊന്നും നല്ലപോലെ കിട്ടത്തുമില്ല. ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഐസ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല. പാൽ ഫ്രീസ് ചെയ്തേ അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗ്ലാസിൻ്റെ താഴ്ഭാഗത്തും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കോൾഡ് കോഫിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ കോഫി ബീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ പതയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം. അതിന് മുകളിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് മുന്നേ കൂട്ടി ചെയ്ത് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മിക്സിയിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്താൽ മതി. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്